വഖഫ് നിലപാടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ദീപികയുടെ എഡിറ്റോറിയൽ. ഓട്ടയടയ്ക്കാനാകരുത് കമ്മീഷനുകൾ എന്ന എഡിറ്റോറിയലിലെ ശ്രദ്ധേയമായ ഭാഗങ്ങൾ ഇവയാണ്. വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും പ്രശ്നപരിഹാരം വലിച്ചു നീട്ടിക്കൊണ്ടുപോകാനും സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന തോന്നലുണ്ടാക്കാനും ഏർപ്പെടുത്തുന്ന ചില അന്വേഷണ കമ്മീഷനുകൾ ഒളിച്ചോട്ട രാഷ്ട്രീയത്തിന്റെ സൃഷ്ടിയായി മാറിയെന്നത് അനുഭവമാണ്. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും 1.5 വർഷമായി. ഏതോ പത്തായത്തിൽ പൂട്ടിവെച്ചിട്ടുണ്ട്. മുനമ്പം വിഷയം പഠിക്കാൻ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയതാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ. മുനമ്പത്തെ വഖഫ് ഇരകൾ ഉറ്റുനോക്കുന്നത് ഈ കമ്മീഷനെയല്ല, പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് ഭേദഗതിയാണ് എന്നത് സർക്കാരിനും അറിയാം. ഭേദഗതി പാസായാൽ മുനമ്പം പ്രശ്നത്തിന്റെ അടിസ്ഥാന തടസ്സങ്ങൾ നീങ്ങും. ആ വഴിക്ക് കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ വഖഫ് നിയമത്തെയും അതുവെച്ച് കളിക്കുന്ന ബോർഡിനെയും മതമൗലികവാദ സമിതികളെയുമൊന്നും എതിർത്തെന്ന പഴി CPM-നും മുന്നണിയിലെ മിണ്ടാ പാർട്ടികൾക്കും കേൾക്കേണ്ടി വരികയില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നാക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാൻ 2020 നവംബർ 5-നാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ കേരള സർക്കാർ നിയമിച്ചത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് 80:20 എന്ന നിലയിൽ മുസ്ലിം വിഭാഗങ്ങൾ കൈയടക്കുന്നെന്ന പരാതി ഉയർന്നതോടെയായിരുന്നു കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. 1 വർഷത്തിനുള്ളിൽ വിശദമായ റിപ്പോർട്ടും നിർദ്ദേശങ്ങളും സമർപ്പിക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞെങ്കിലും 2023 മെയ് 17-നാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വഖഫ് ഇരകൾ ഉൾപ്പെടെ പറയുന്നത് വർഷങ്ങളായി കരമടയ്ക്കുന്ന ഭൂമിയുടെ രേഖ പരിശോധിക്കുകയല്ല, പ്രശ്നം വഷളാക്കിയ നിസാർ കമ്മീഷനെ കുറിച്ചും വഖഫിന്റെ അവകാശവാദത്തിന്റെ പിൻബലമായ വഖഫ് നിയമത്തെക്കുറിച്ചും മുനമ്പത്തെ സ്ഥലം വഖഫല്ലെന്ന ഫാറൂഖ് കോളേജിന്റെ അവകാശവാദത്തെക്കുറിച്ചുമൊക്കെയാണെന്നാണ്. യഥാർത്ഥ ചോദ്യം അവശേഷിക്കുകയാണ്. നിയമാനുസൃത രേഖകളില്ലാത്തതാണോ ഇപ്പോഴത്തെ പ്രശ്നം? അല്ലേയല്ല. വഖഫ് നിയമത്തിലെ അധിനിവേശ വകുപ്പ് ഉപയോഗിച്ച് വഖഫ് ബോർഡ് കയ്യേറ്റത്തിന് മുതിർന്നു എന്നത് മാത്രമാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് വിമർശനമുയർന്നിരിക്കുന്ന 1995-ലെ വഖഫ് നിയമത്തിന്റെ 40-ാം വകുപ്പില്ലായിരുന്നെങ്കിൽ ബോർഡിനെ അത് സാധിക്കുമായിരുന്നില്ല. തുടർന്ന് വഖഫ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം കരമടയ്ക്കുന്നതിനുള്ള അവകാശം ഉടമയ്ക്ക് റവന്യൂ വകുപ്പ് നിഷേധിച്ചതും അതേ വകുപ്പിനെ മുൻനിർത്തിയാണ്. ഇന്നലെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിച്ച രാജ്യത്തിന്റെ ഗതികേട്. ഈ ദുർഗതി വരുത്തിവെച്ച കോൺഗ്രസ് ഇപ്പോഴും അത് ഭേദഗതി ചെയ്യരുതെന്ന് നിയമസഭയിലും ലോക്സഭയിലും അലറി വിളിക്കുകയാണ്. അതിനെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷമാണ് രാമചന്ദ്രൻ കമ്മീഷനുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭൂമി വഖഫിൽപ്പെട്ടതാണെന്ന് കണ്ടെത്തിയാൽ കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഭൂമി വഖഫിന്റേതാണെന്ന നിലപാടിൽ ബോർഡ് ഉറച്ചുനിന്നാൽ പിന്നെ എന്തിനാണ് ഈ കമ്മീഷൻ? അതായത് വഖഫ് നിയമമാണ് വില്ലനെന്ന് ചില രാഷ്ട്രീയക്കാർക്കൊഴികെ സകലർക്കും മനസ്സിലായി. കോൺഗ്രസ് സമ്മാനിച്ച നിയമവും വകുപ്പുകളുമാണ് ബോർഡിന്റെ ധാർഷ്ട്യത്തിന് കാരണമെന്ന് മാത്രം അദ്ദേഹം സമ്മതിക്കുന്നില്ല. പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി വരികയാണ്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ നിയമം സൃഷ്ടിച്ചവർ തെറ്റ് തിരുത്തുമോ എന്നറിയാൻ കേരളത്തിനും താല്പര്യമുണ്ട്. ഒരു അന്വേഷണ കമ്മീഷൻ കൊണ്ട് ഓട്ടയടയ്ക്കാവുന്ന വിള്ളലല്ല വഖഫ് നിയമം ഈ മതേതര രാജ്യത്തിനെ വരുത്തിവെച്ചത്. ഉപദേശമല്ലാതെ മറ്റൊന്നും വഖഫ് നിയമം നിലനിൽക്കുവോളം ഒരു അന്വേഷണ കമ്മീഷനും സാധിക്കുകയുമില്ല. എത്ര വലിയ മനുഷ്യാവകാശ ലംഘനമാണെങ്കിലും വേട്ടക്കാരുടെ മതം നോക്കാതെ നീതി നടപ്പാക്കാനാവാത്ത ഈ സ്ഥിതി വിശേഷത്തെക്കുറിച്ച് അറിയാനാണ് ഇവിടെ അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടത്. ഇരയുടെ കൈവശാവകാശ രേഖയല്ല, വേട്ടക്കാരന്റെ കയ്യേറ്റവകാശ രേഖയാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അത് വഖഫ് നിയമമല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് ദീപികയുടെ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നത്.